വിനോദസഞ്ചാരികളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. ചാർപ്പയിലെ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി തൊട്ടടുത്തുനിന്ന് ആസ്വദിക്കാൻ സഞ്ചാരികൾക്കായി നിർമ്മിച്ച മഴവിൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായ. ആദ്യഘട്ടത്തിൽ പാലത്തിന്റെ നിർമ്മാണവും രണ്ടാംഘട്ടത്തിൽ പാലത്തിൽ തറയോടിടലും കൈവരി പിടിപ്പിക്കലുമായിരുന്നു. ആദ്യഘട്ടത്തിൽ 57 ലക്ഷം രൂപയും രണ്ടാംഘട്ടത്തിൽ 42 ലക്ഷം രൂപയും ചെലവഴിച്ചു. വിനോദസഞ്ചാര വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് പൊതുമരാമത്ത് വകുപ്പ് നേരിട്ടാണ് കരാറുകാരനെക്കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയത്. 2020 ജൂൺ 16-നാണ് പുതിയ പാലം നിർമ്മാണം തുടങ്ങിയത്. ഒരു വർഷത്തിനുള്ളിൽ പാലനിർമ്മാണം പൂർത്തിയാക്കാനാണ് പദ്ധതിയിട്ടിരുന്നത്. ആദ്യത്തെ കരാറുകാരൻ കൃത്യമായി നിർമ്മാണം നടത്താത്തതിനെ തുടർന്ന് പുതിയ കരാറുകാരനെ ഏൽപ്പിക്കുകയായിരുന്നു. രണ്ടാംഘട്ടം 2024 ഓഗസ്റ്റിലാണ് ആരംഭിച്ചത്. നിലവിൽ 2 ദിവസത്തിനുള്ളിൽ പൊതുമരാമത്ത് വകുപ്പ് വിനോദസഞ്ചാര വകുപ്പിന് പാലം കൈമാറുമെന്നാണ് വിവരം. നിർമ്മാണം തുടങ്ങിയത് മുതൽ ഏറെ വിമർശനങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ഈ പാലം കാരണമായി. ചാർപ്പ വെള്ളച്ചാട്ടത്തിന്റെ മനോഹരമായ കാഴ്ച മറയ്ക്കുന്ന രീതിയിലാണ് പാലത്തിന്റെ നിർമ്മാണം എന്നാണ് പ്രധാന ആക്ഷേപം. ചാർപ്പ പാലം മൂലം വെള്ളച്ചാട്ടത്തിന്റെ സ്വാഭാവിക ഭംഗി നഷ്ടപ്പെടുമെന്ന് വിനോദസഞ്ചാരികളും നാട്ടുകാരും കുറ്റപ്പെടുത്തുന്നു. മാത്രമല്ല, പാലത്തിന്റെ കൈവരിക്ക് 4 അടിയേ ഉയരമുള്ളൂ. ഇവിടെ വിനോദസഞ്ചാരികൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെയാണ്. 2018-ലെ മഹാപ്രളയത്തിലും ഉരുൾപൊട്ടലിലും വെള്ളച്ചാട്ടം നിറഞ്ഞൊഴുകി പാലത്തിന്റെ ഒരു ഭാഗത്തെ മണ്ണ് ഒലിച്ചുപോയിരുന്നു. ഇതോടെയാണ് പഴയ പാലത്തിന് തകരാറുകൾ സംഭവിച്ചത്. തുടർന്നാണ് പാലം പൊളിച്ചു നീക്കി പുതിയ പാലം പണിയാൻ തീരുമാനിച്ചത്.